ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവ് എന്നും തൊഴിലാളികളുടെ രാജകുമാരൻ എന്നും മറാത്ത സോക്രട്ടീസ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തെ എതിർത്ത ആദ്യത്തെ ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ഉത്തർപ്രദേശിലെ ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. 1906 കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗോപാലകൃഷ്ണ ഗോഖലെ ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. ദുർബല ചിത്തനായ മിതവാദി എന്ന് കോൺഗ്രസിലെ തീവ്രവാദികൾ വിശേഷിപ്പിച്ച നേതാവാകുന്നു ഗോഖലെ. ദി നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാകുന്നു. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ 1905 സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് 1914 മന്നത്ത് പത്മനാഭൻ NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്.